ഏപ്രിൽ 23 അതിനോടനുബന്ധിച്ച് ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അതിന് ക്വിസ് മാസ്റ്റർ ആയിട്ട് നമ്മുടെ അരുൺസാറിനെ ക്ഷണിച്ചു പോകും കേട്ടോ. നമ്മുടെ ക്വിസിന് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ബുക്കിന്റെ ഡിസ്ക്രിപ്ഷൻ സ്ക്രീനിൽ കാണാം. അത് ഒന്നുകിൽ ബുക്കിന്റെ പേര് അല്ലെങ്കിൽ ഓത്തറിന്റെ പേര് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് വായിച്ചു നോക്കിയിട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മാക്സിമം സമയം നിങ്ങളത് എന്താണ് കൃത്യമായിട്ട് ചോദ്യം, ഓത്തറാണെങ്കിൽ ഓത്തർ, ബുക്കിന്റെ പേരാണെങ്കിൽ ബുക്കിന്റെ പേര് കൃത്യമായിട്ട് എഴുതണം. സ്റ്റാർട്ട് ചെയ്യാം. സംശയങ്ങളിൽ ചോദിക്കും. മലയാള സാഹിത്യത്തിന്റെ പിതാവ് അതാരാണോ അദ്ദേഹത്തിന്റെ ഫോട്ടോയും അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുന്നത് ഉത്തരം എഴുതാം, അതല്ലെങ്കിൽ ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാം. മലയാള സാഹിത്യത്തിന്റെ പിതാവ് എന്തോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം ഇറക്കിയ കവി. നോൺസെൻസ് കവിതകൾ എല്ലാം രീതിയിൽ ചെയ്യാം. ഫോട്ടോ ഐഡന്റിഫൈ ചെയ്ത് ഉത്തരം എഴുതാം, അല്ലെങ്കിൽ ചോദ്യം മനസ്സിലാക്കി ഉത്തരം എഴുതാം. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ കവിതാ സമാഹാരം ഇറക്കിയ മൂന്നാമത്തെ ചോദ്യം. ഇടുക്കി ഭദ്രാസനാധിപനായ ഈ തിരുമേനി തന്റെ എഴുത്തുകളിൽ സ്വീകരിച്ചിരിക്കുന്ന തൂലികാനാമം എന്താണ്? തിരുമേനിയുടെ യഥാർത്ഥ പേരല്ല എഴുതുന്നത്. തിരുമേനി എഴുതാൻ ഉപയോഗിക്കുന്ന തൂലികാനാമം എന്താണ്? നമുക്കറിയാം, ഓരോ കവികൾ അല്ലെങ്കിൽ കവയിത്രികളെല്ലാം സ്വന്തം പേരല്ലാതെ മറ്റൊരു പേര് സ്വീകരിച്ചായിരിക്കും എഴുതുന്നത്. അങ്ങനത്തെ പേരിനാണ് തൂലികാനാമം എന്ന് പറയുന്നത്. ഇടുക്കി ഭദ്രാസനാധിപനായ ഈ തിരുമേനി ഏത് തൂലികാനാമത്തിലാണ്, അല്ലെങ്കിൽ തിരുമേനിയുടെ തൂലികാനാമം എന്ത് എന്നതാണ് ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ ആടുജീവിതം പോലെ മനോഹരങ്ങളായ സൃഷ്ടികളുള്ള ഈ എഴുത്തുകാരന്റെ യഥാർത്ഥ പേരുണ്ട്. ബെന്യാമിൻ എന്ന ഈ എഴുത്തുകാരന്റെ യഥാർത്ഥ പേരുണ്ട്. ബെന്യാമിൻ എന്നത് തൂലികാനാമമാണ്. അഞ്ചാമത്തെ ചോദ്യം. പ്രശസ്തമായ ഹാരി പോട്ടർ സീരീസ് എഴുതിയ ഈ എഴുത്തുകാരി ആരാണ്? അല്ലെങ്കിൽ ഈ എഴുത്തുകാരി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഹാരി പോട്ടറിന്റെ ഓതർ ആരാണ് എന്ന് എഴുതുക. പ്രശസ്തമായ രണ്ടൊന്നാണ്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം അറിയത്തില്ലായിരിക്കും, പക്ഷെ ഫോട്ടോ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫോട്ടോ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ചോദ്യത്തിന് ഉത്തരം അറിയായിരിക്കും. ഹാരി പോട്ടർ സീരീസിന്റെ ആറാമത്തെ ചോദ്യം. സാമൂഹ്യ നീതിയും അനുകമ്പയും പ്രധാന വിഷയമാക്കി ക്രിസ്ത്യൻ നീതിബോധത്തെ കുറിച്ച് ആഴമേറിയ എഴുത്തുകൾ സമ്മാനിച്ച ഈ അഭിമന്യ തിരുമേനി ആരാണ്?
സാമൂഹ്യ നീതിയും അനുകമ്പയും പ്രധാന വിഷയമാക്കി ക്രിസ്ത്യൻ നീതിബോധത്തെക്കുറിച്ച് ആഴമേറിയ എഴുത്തുകൾ സമ്മാനിച്ച ഈ അഭിമന്യ തിരുമേനി ആരാണ്? ഏഴാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഈ ജീവചരിത്ര പുസ്തകം 2003 പ്രസിദ്ധീകരിച്ചത്. ഇത് എഴുതിയ മലയാളി ആരാണ്? നെഹ്റു ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ബുക്കിന്റെ പേര്. ഇതില് ഒരു മലയാളിയാണ് ഇത് എഴുതിയത്. 2003 പ്രസിദ്ധീകരിച്ചു. ഇത് എഴുതിയ മലയാളി ആരാണ്? എട്ടാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണം. ഇത് ആരുടെ വാക്കുകളാണ്? ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണം. ഇത് ആരുടെ വാക്കുകളാണ്? പറഞ്ഞയാളുടെ ഫോട്ടോയാണ് പറഞ്ഞത്. ഒൻപതാമത്തെ ചോദ്യം. ബൈബിളിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഈ രംഗം വിവരിക്കുന്ന പുസ്തകം ഏതാണ്? ബൈബിളിലെ പുസ്തകം ഏതാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൈബിളിലെ ഹൃദയസ്പർശിയായ ഈ രംഗം വിവരിക്കുന്ന ബൈബിളിലെ പുസ്തകം ഏതാണ്? പത്താമത്തെ ചോദ്യം. മായാവി കാരണം ജീവിക്കാൻ കഴിയാത്ത 2 കൊള്ളക്കാരാണ് കുട്ടൂസനും ലുട്ടാബിക്കും ഒപ്പം നിൽക്കുന്നത്. ആരാണ് ഈ മണ്ടന്മാർ? 2 പേരുടെയും പേരുണ്ട്. മായാവി കാരണം ജീവിക്കാൻ കഴിയാത്ത 2 കൊള്ളക്കാരാണ്. 2 പേരുടെ പേര്. മികച്ച ഒരു മോട്ടിവേഷണൽ സ്പീക്കറായ ഈ യുവ എഴുത്തുകാരനെ തിരിച്ചറിയുക. മികച്ച ഒരു മോട്ടിവേഷണൽ സ്പീക്കറായ ഈ യുവ എഴുത്തുകാരനെ തിരിച്ചറിയുക. രണ്ടാമത്തെ ചോദ്യം. One child, one teacher, one book, one pen can change the world. Identify this famous personality.
എന്നോട് പറഞ്ഞാൽ നിങ്ങളത് പഠിക്കത്തൊന്നുമില്ല. വെറുതെ ഒരു ദിവസം നമുക്ക് പോയതുള്ള കാര്യം എല്ലാത്തിനും ഈ വികൃതി കുട്ടികളുടെ സൃഷ്ടിതാവിനെയും ചിത്രത്തിൽ കാണാം. ആരാണ് ബോബനും മോളിയും എഴുതുന്നത്? ബോബനും മോളിയും എന്ന ആ ഒരു കാർട്ടൂണിന്റെ സൃഷ്ടാവാണ് ആരാണ്? ബോച്ചെ. പതിനാലാമത്തെ ചോദ്യം. ആർതർ കോനൻ ഡോയൽ എന്ന എഴുത്തുകാരനേക്കാൾ പ്രശസ്തനായ അദ്ദേഹത്തിന്റെ സാങ്കല്പിക കുറ്റാന്വേഷണ വിദഗ്ധനായി കഥാപാത്രമാരാണ്? എഴുത്തുകാരനേക്കാൾ പ്രശസ്തനായതാണ് ആ കഥാപാത്രമാരാണ് എന്നുള്ളത് ചോദ്യം. സിഡി ദമു. Hindi dapat. 15ാമത്തെ ചോദ്യം. ഏറെ പരിചിതനും ഏറ്റവും ആദരണീയനുമായ ഈ ഗ്രന്ഥകാരൻ ആരാണ്? മേലെഴുത്ത് എന്ന സഭയുമായി ബന്ധപ്പെട്ട ഈ ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകാരൻ ആരാണ്? മേലെഴുത്ത്. ആ പേര് ചോദിച്ചേക്കണം കേട്ടോ. ആ ബുക്കിന്റെ പേര് അൽമേഡിന്റെ പേരാ. 16. ഇനി ഏതെങ്കിലും കാണണോ? അതിലോ ഏതെങ്കിലും ഷീറ്റ് സംശയമുണ്ടോ? നിങ്ങൾ കാണിക്കണം. എല്ലാവരും പേര് എഴുതുന്നോ? നോക്കി പേര് എഴുതുന്നുണ്ടോ? സ്വന്തം പേപ്പർ ആരുടെയില്ലല്ലോ. ഒരിടത്തിൽ ഒരു മാർക്ക് വെച്ചോ. ആൻസർ കേട്ട് ആൻസർ കേട്ട് മാത്രമേ നിങ്ങൾ കറക്റ്റ് ഇടാവുള്ളൂ. നമുക്ക് തോന്നുന്നത് ഡിസ്റ്റഡ് ആൻസർ കറക്റ്റ് ആയി ഉറപ്പായിട്ട് എഴുതണം. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ എഴുതാൻ ശരിയാണ്. ശരിക്കുള്ള പേര് ബെന്നി ഡാനിയൽ. അഞ്ചാമത്തേത് എന്താ? ജെ കെ റൗളി. ഹാരി പോട്ടർ, ജെ കെ റൗളി. ആരും എഴുതിയിട്ടില്ലേ? ആരും എഴുതിയിട്ടില്ല. ഒസ്താത്തിയോസ് തിരുവനയാണ്. നെഹ്റു എഴുതിയ ആദ്യം എഴുതിയ മലയാളി ശശി തരൂർ. ബൈബിളിലെ പുസ്തകം ഉൽപ്പത്തി. വിക്രമനും മുത്തു. ഒരെണ്ണം ശരിയുണ്ടെങ്കിൽ അരമാർക്ക്, ശരിയാണ് ഒരു മാർക്ക്. ജോസഫ് അന്നക്കുട്ടി ജോസ്. മലാല യൂസഫ് ഷാൻ. ടോംസ് ആണ്. ടോംസ് എന്നോ വി ടി തോമസ് എഴുതിയ കറക്റ്റ് ആണ്. ടോംസ് അല്ലെങ്കിൽ വി ടി തോമസ്. ഷെർലക് ഹോംസ്. ഡോക്ടർ യോഹാനൻ ഡിയസ് കോൺസ്.